അന്താരാഷ്ട്ര വാർത്തകളും വിശകലനങ്ങളുമായി ലോകയിലേക്ക് സ്വാഗതം. പശ്ചിമേഷ്യ വീണ്ടും കലുഷിതമാവുകയാണ്. ലോകം മുഴുവൻ ഉറ്റുനോക്കിയിരുന്ന വിട്ടുവീഴ്ചകളുടെയും നയതന്ത്ര ചർച്ചകളുടെയും ഒരധ്യായം വെറും മണിക്കൂറുകൾ കൊണ്ട് ചാരമായി മാറിയിരിക്കുന്നു. അമേരിക്കയും ഇറാനും തമ്മിൽ നിലനിന്നിരുന്ന താൽക്കാലിക സമാധാന ഉടമ്പടി പൂർണ്ണമായും അവസാനിച്ചതായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചതോടെ മേഖല ഒരു വൻ യുദ്ധത്തിന്റെ നിഴലിലേക്ക് വീണ്ടും നീങ്ങുകയാണ്. തുർക്കിയിലെ അങ്കാറയിൽ നടക്കുന്ന നാറ്റോ ഉച്ചകോടിക്കിടെയാണ് ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് ട്രംപ് ഈ ഔദ്യോഗിക പ്രഖ്യാപനം നടത്തിയത്. It's a very interesting question. To me, I think it's over. I don't want to deal with them anymore. They're scum. You know what scum is? They're scum. They're sick people. They're led by sick people. And they're vicious, violent people. And if they had a nuclear weapon, they'd use it. As far as I'm concerned, it's over. I'll speak to our negotiators. They want to negotiate. They're good people. മാസങ്ങളായി അന്താരാഷ്ട്ര മധ്യസ്ഥർ കെട്ടിപ്പടുത്ത സമാധാന ശ്രമങ്ങൾ ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായ പ്രകോപനങ്ങളോടെ തകർന്നടിഞ്ഞു എന്നാണ് വാഷിംഗ്ടൺ വ്യക്തമാക്കുന്നത്. ഇറാനുമായുള്ള സമാധാന ചർച്ചകൾ ഇനി വെറും സമയനഷ്ടം മാത്രമാണെന്നും അവരുടെ ഭരണാധികാരികളുമായി യാതൊരു വിധത്തിലുള്ള ഒത്തുതീർപ്പുകൾക്കും താനില്ലെന്നും ട്രംപ് കടുത്ത ഭാഷയിൽ പ്രതികരിച്ചു. പശ്ചിമേഷ്യൻ സമാധാനത്തിന് അടിത്തറയാകുമെന്ന് കരുതിയ ധാരണാപത്രം ഇതോടെ വെറും കടലാസ് കഷണങ്ങളായി മാറുകയാണ്. ഈ പെട്ടെന്നുള്ള തകർച്ച കേവലം രണ്ട് രാജ്യങ്ങളെ മാത്രമല്ല, ആഗോള സാമ്പത്തിക വ്യവസ്ഥയെയും ഊർജ്ജ വിപണിയെയും വരും ദിവസങ്ങളിൽ എങ്ങനെ ബാധിക്കുമെന്ന ആശങ്കയിലാണ് ആഗോള സമൂഹം. ഈ പുതിയ പ്രതിസന്ധിയുടെ പ്രഭവ കേന്ദ്രം ലോകത്തിലെ ഏറ്റവും തന്ത്രപ്രധാനമായ കടൽപാതകളിലൊന്നായ ഹോർമൂസ് കടലിടുക്കാണ്. ആഗോളതലത്തിൽ വിതരണം ചെയ്യപ്പെടുന്ന അസംസ്കൃത എണ്ണയുടെ 1/5 കടന്നു പോകുന്ന ഈ പാതയിൽ വെച്ച് സൗദി അറേബ്യ, ഖത്തർ, ലൈബീരിയ എന്നീ രാജ്യങ്ങളുടെ ചരക്ക് കപ്പലുകൾക്ക് നേരെ ഇറാൻ ആക്രമണം നടത്തിയതാണ് അമേരിക്കയെ ചൊടിപ്പിച്ചത്. രാജ്യാന്തര ജലപാതയിലൂടെയുള്ള സുരക്ഷിതമായ കപ്പൽ ഗതാഗതത്തെ തടസ്സപ്പെടുത്തുന്നത് വെച്ചുപൊറിപ്പിക്കാനാവില്ലെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് US സെൻട്രൽ കമാൻഡ് ചരിത്രത്തിലെ ഏറ്റവും ശക്തമായ തിരിച്ചടികളിലൊന്നിന് ഉത്തരവിടുകയായിരുന്നു. അമേരിക്കൻ വ്യോമസേനയും നാവികസേനയും സംയുക്തമായി ഇറാന്റെ ഉള്ളിലേക്ക് തുളച്ചുകയറി 80-ലധികം സൈനിക കേന്ദ്രങ്ങളിലാണ് ഒരേ സമയം ബോംബാക്രമണം നടത്തിയത്. ഇറാന്റെ അത്യാധുനിക വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ, കമാൻഡ് കൺട്രോൾ നെറ്റ്വർക്കുകൾ, തീരദേശ റഡാറുകൾ, വിപ്ലവ ഗാർഡുകളുടെ ചെറുകിട ആക്രമണ ബോട്ടുകൾ എന്നിവ ഈ വ്യോമാക്രമണത്തിൽ പൂർണ്ണമായും തകർക്കപ്പെട്ടതായി പെന്റഗൺ സ്ഥിരീകരിച്ചു. സൈനിക നടപടിക്ക് പുറമെ ഇറാനിൽ നിന്നുള്ള എണ്ണ കയറ്റുമതിക്ക് നൽകിയിരുന്ന താൽക്കാലിക ഉപരോധ ഇളവുകൾ US ട്രഷറി ഉടനടി റദ്ദാക്കുകയും ചെയ്തു. ഇതോടെ സാമ്പത്തികമായും സൈനികമായും ഇറാനെ ഒരേ സമയം പ്രതിരോധത്തിലാക്കാനാണ് അമേരിക്ക ശ്രമിക്കുന്നത്. അമേരിക്കൻ ആക്രമണത്തിന് മുന്നിൽ പതറാതെ കടുത്ത തിരിച്ചടിയാണ് തങ്ങളും നൽകുന്നതെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഇറാൻ രംഗത്തെത്തിയിരിക്കുകയാണ്. തങ്ങളുടെ പരമാധികാരത്തിന് മേലുള്ള കടന്നുകയറ്റത്തിന് പകരമായി അയൽ രാജ്യങ്ങളായ ബഹ്റൈനിലും കുവൈറ്റിലുമുള്ള അമേരിക്കൻ സൈനിക താവളങ്ങൾക്ക് നേരെ ഇറാൻ വൻതോതിൽ മിസൈലുകളും ഡ്രോണുകളും തൊടുത്തുവിട്ടു. ബഹ്റൈനിലെ തന്ത്രപ്രധാനമായ ഷെയ്ഖ് ഈസ എയർബേസ് ലക്ഷ്യമിട്ടായിരുന്നു ഇറാന്റെ പ്രധാന ആക്രമണം. കുവൈറ്റിലും ബഹ്റൈനിലും പുലർച്ചെ മുതൽ ജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിക്കൊണ്ട് അപായ സൈറണുകൾ മുഴങ്ങിക്കേട്ടത് പ്രാദേശിക ജനവിഭാഗങ്ങൾക്കിടയിൽ വലിയ പരിഭ്രാന്തിയും പരത്തിയിരുന്നു. തങ്ങളുടെ സൈന്യം അമേരിക്കയുടെ അത്യാധുനിക AQ-9 റീപ്പർ ഡ്രോൺ ബുഷേഹർ പ്രവിശ്യയ്ക്ക് മുകളിൽ വെച്ച് വെടിവെച്ചിട്ടതായും ഇറാൻ അവകാശപ്പെട്ടു. ഇറാന്റെ മുൻ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമേനിയുടെ വിയോഗത്തെ തുടർന്ന് രാജ്യം ഔദ്യോഗിക ദുഃഖാചരണത്തിൽ കഴിയുന്ന വേളയിലാണ് അമേരിക്ക തങ്ങളെ ആക്രമിച്ചതെന്നും ഇതിന് അതിശക്തമായ മറുപടി നൽകുമെന്നും ഇറാന്റെ സൈനിക വക്താക്കൾ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. മേഖലയിലെ തങ്ങളുടെ സഖ്യകക്ഷിയായ ഹിസ്ബുള്ള ഉൾപ്പെടെയുള്ള ഗ്രൂപ്പുകളെ ഉപയോഗിച്ച് അമേരിക്കൻ താവളങ്ങൾക്ക് മേൽ കൂടുതൽ സമ്മർദ്ദം ചെലുത്താനാണ് ഇറാന്റെ നീക്കം. ഈ വർഷം ഫെബ്രുവരിയിൽ ആരംഭിച്ച US-ഇറാൻ യുദ്ധത്തിന്റെ തുടർച്ചയായാണ് ഇപ്പോഴത്തെ സംഭവ വികാസങ്ങളെ വിലയിരുത്തേണ്ടത്. ഏപ്രിൽ മാസത്തിൽ പാകിസ്ഥാന്റെയും ചൈനയുടെയും മധ്യസ്ഥതയിൽ രൂപീകരിച്ച താൽക്കാലിക വെടിനിർത്തൽ കരാറാണ് ഇപ്പോൾ പൂർണ്ണമായും ലംഘിക്കപ്പെട്ടിരിക്കുന്നത്. ജൂൺ പകുതിയോടെ ഇരു രാജ്യങ്ങളും ഒപ്പുവെച്ച ധാരണാപത്രം വഴി 60 ദിവസത്തെ ചർച്ചകളിലൂടെ ശാശ്വത പരിഹാരം കണ്ടെത്താമെന്നാണ് അന്താരാഷ്ട്ര സമൂഹം പ്രത്യാശിച്ചിരുന്നത്. എന്നാൽ ആ ധാരണാപത്രത്തിലെ വ്യവസ്ഥകളുടെ അവ്യക്തത ഇരു വിഭാഗവും തങ്ങൾക്ക് അനുകൂലമായ രീതിയിൽ വ്യാഖ്യാനിക്കാൻ തുടങ്ങിയതോടെ ചർച്ചകൾ തുടക്കത്തിലെ പാളിപ്പോയിരുന്നു. ഹോർമൂസ് കടലിടുക്കിലെ കപ്പൽ ഗതാഗതത്തിന്റെ പൂർണ്ണമായ നിയന്ത്രണം തങ്ങൾക്കായിരിക്കണമെന്ന് ഇറാന്റെ വാശിയും യുറേനിയം സമ്പുഷ്ടീകരണം പൂർണ്ണമായി നിർത്തലാക്കാതെ ഉപരോധങ്ങൾ നീക്കില്ലെന്ന അമേരിക്കയുടെ കടുത്ത നിലപാടും തമ്മിൽ പൊരുത്തപ്പെടാൻ സാധിക്കാത്തതിനായിരുന്നു ഈ സമാധാന ശ്രമങ്ങളുടെ പരാജയത്തിന് പ്രധാന കാരണമായത്. യൂറോപ്യൻ യൂണിയന്റെയും മറ്റ് അറബ് രാജ്യങ്ങളുടെയും നയതന്ത്ര പ്രതിനിധികൾ നിരന്തരം ശ്രമിച്ചിട്ടും ഇരുപക്ഷത്തെയും ഒരേ മേശയ്ക്ക് ചുറ്റുമിരുത്താൻ സാധിച്ചിരുന്നില്ല. പരസ്പരമുള്ള അവിശ്വാസവും മേഖലയിലെ തങ്ങളുടെ മേധാവിത്വം നിലനിർത്താനുള്ള മത്സരവും ഒടുവിൽ സമാധാനത്തിന്റെ വാതിലുകൾ എന്നേക്കുമായി കൊട്ടിയടക്കുന്നതിലേക്ക് കാര്യങ്ങളെ എത്തിച്ചു കഴിഞ്ഞു. ഈ സൈനിക നീക്കങ്ങൾ അന്താരാഷ്ട്ര തലത്തിൽ വലിയ നയതന്ത്ര പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. നാറ്റോ തലവൻ മാർക്ക് റൂട്ടെ അമേരിക്കയുടെ സൈനിക നടപടിയെ പൂർണ്ണമായി പിന്തുണച്ച് രംഗത്തെത്തിയപ്പോൾ യൂറോപ്യൻ സഖ്യകക്ഷികൾ ഇറാന്റെ കാര്യത്തിൽ തങ്ങളെ വേണ്ടത്ര സഹായിക്കുന്നില്ലെന്ന പരിഭവം പ്രസിഡന്റ് ട്രംപ് പരസ്യമായി പ്രകടിപ്പിച്ചു. യൂറോപ്യൻ യൂണിയന്റെ നയതന്ത്ര പ്രതിനിധി കാജ കല്ലാസ് ഈ ആക്രമണങ്ങൾ സാധാരണ ചർച്ചകളെ കൂടുതൽ സങ്കീർണമാക്കുമെന്ന് ആശങ്ക
ആശങ്ക പ്രകടിപ്പിക്കുകയും അടിയന്തരമായി ഗൾഫ് രാജ്യങ്ങളുടെ യോഗം വിളിച്ചു ചേർക്കാൻ തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏഷ്യൻ വിപണികളെയും ആഗോള എണ്ണ വിപണിയെയും ഈ വാർത്ത ഇതിനകം തന്നെ ഉലച്ചു കഴിഞ്ഞിട്ടുണ്ട്. അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവില കുതിച്ചുയരാൻ തുടങ്ങിയത് വരും ദിവസങ്ങളിൽ ലോകമെമ്പാടും പണപ്പെരുപ്പത്തിന് കാരണമായേക്കാം. മേഖലയിൽ മറ്റൊരു പ്രധാന ശക്തിയായ ചൈനയും മധ്യസ്ഥ ചർച്ചകളിൽ മുൻപന്തിയിലുണ്ടായിരുന്ന ഖത്തറും എത്രയും വേഗം ഇരുവിഭാഗവും ആയുധങ്ങൾ താഴെ വെക്കണമെന്നും സൈനിക നടപടികളിലൂടെ ഒരു പ്രശ്നത്തിനും ശാശ്വത പരിഹാരം കാണാൻ കഴിയില്ലെന്നും മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ ഇരുപക്ഷവും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാത്തത് ഒരു വലിയ പ്രാദേശിക യുദ്ധത്തിന്റെ മുന്നോടിയാണോ എന്ന് ലോകം ഭീതിയോടെ നോക്കിക്കാണുകയാണ്. താൽക്കാലികമായി ഉണ്ടാക്കുന്ന സമാധാന കരാറുകൾക്ക് പശ്ചിമേഷ്യയിലെ ദശാബ്ദങ്ങൾ പഴക്കമുള്ള ആഭ്യന്തരവും രാഷ്ട്രീയവുമായ തർക്കങ്ങളെ പരിഹരിക്കാൻ കഴിയില്ല എന്നതിന്റെ തെളിവാണ് ഇപ്പോൾ കാണുന്ന പ്രതിസന്ധി. കേവലം ഉപരിപ്ലവമായ ചർച്ചകൾക്കപ്പുറം ഇരു രാജ്യങ്ങളുടെയും അടിസ്ഥാനപരമായ സുരക്ഷാ ആശങ്കകളെ അഭിസംബോധന ചെയ്യാൻ കഴിയാത്തതാണ് ഈ ഉടമ്പടിയുടെ തകർച്ച അടിവരയിടുന്നത്. യുദ്ധം ഒന്നിനും പരിഹാരമല്ലെന്നിരിക്കെ നയതന്ത്രത്തിന്റെ പാതകൾ പൂർണ്ണമായി അടയുന്നത് ആഗോള സുരക്ഷയ്ക്ക് തന്നെ വലിയ ഭീഷണിയാണ്. വരും ദിവസങ്ങളിൽ ഐക്യരാഷ്ട്രസഭയുടെയും മറ്റാഗോള ശക്തികളുടെയും ഇടപെടലുകൾ എങ്ങനെയായിരിക്കുമെന്നതിനെ ആശ്രയിച്ചിരിക്കും പശ്ചിമേഷ്യയുടെയും ഒപ്പം ലോകത്തിന്റെയും ഭാവി സുരക്ഷിതത്വം. ഇന്നത്തെ ആഗോള രാഷ്ട്രീയത്തിൽ യുദ്ധങ്ങൾ നടക്കുന്നത് കേവലം യുദ്ധഭൂമിയിലെ മിസൈലുകളും ടാങ്കുകളും ഉപയോഗിച്ച് മാത്രമല്ല, മറിച്ച് ബാങ്കിംഗ് ശൃംഖലകളും കമ്പ്യൂട്ടർ സ്ക്രീനുകളും വഴിയുള്ള സാമ്പത്തിക ഉപരോധങ്ങളിലൂടെയുമാണ്. മിഡിൽ ഈസ്റ്റിൽ ദശാബ്ദങ്ങളായി പുകയുന്ന സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇറാന്റെ വിദേശത്ത് മരവിപ്പിക്കപ്പെട്ട ശതകോടിക്കണക്കിന് ഡോളറിന്റെ ആസ്തികൾ ഈ ആഗോള സാമ്പത്തിക യുദ്ധത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായി മാറിയിരിക്കുന്നു. അമേരിക്കയും ഇസ്രയേലും നടത്തിയ കടുത്ത സൈനിക നീക്കങ്ങൾ ഏൽപ്പിച്ച ആഘാതത്തിൽ നിന്നും ആഭ്യന്തരമായി നേരിടുന്ന കടുത്ത പണപ്പെരുപ്പത്തിൽ നിന്നും തങ്ങളുടെ സമ്പദ് വ്യവസ്ഥയെ രക്ഷിക്കാൻ ഈ പണം എങ്ങനെയെങ്കിലും തിരികെ വേണമെന്ന ശാഠ്യത്തിലാണ് ടെഹ്റാൻ. ലോകമെമ്പാടുമുള്ള പ്രമുഖ ബാങ്കുകളിൽ കിടക്കുന്ന ഈ കോടിക്കണക്കിന് ഡോളർ ആരുടെയൊക്കെ പക്കലാണുള്ളത്? ഇതിന്മേൽ അമേരിക്കയ്ക്ക് എങ്ങനെയാണ് ഇത്രയധികം നിയന്ത്രണാധികാരം ലഭിക്കുന്നത്? പ്രത്യേകിച്ച് ഇന്ത്യയിൽ ഇറാന്റെ എത്രത്തോളം പണം കുടുങ്ങിക്കിടക്കുന്നുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ ആഗോള രാഷ്ട്രീയത്തിലെ അണിയറ കഥകളിലേക്ക് വെളിച്ചം വീശുന്നവയാണ്. സാധാരണക്കാരുടെ ഭാഷയിൽ പറഞ്ഞാൽ ഇറാന്റെ മരവിപ്പിക്കപ്പെട്ട ആസ്തികൾ എന്നാൽ ഒരു പ്രത്യേക അക്കൗണ്ടിൽ പൂട്ടിയിട്ടിരിക്കുന്ന നിശ്ചിത തുകയല്ല, മറിച്ച് ഇറാൻ മറ്റ് രാജ്യങ്ങൾക്ക് വിറ്റ ക്രൂഡ് ഓയിൽ, പ്രകൃതിവാതകം, വൈദ്യുതി എന്നിവയുടെ പ്രതിഫലമായി ലഭിക്കേണ്ട നിയമപരമായ തുകകളും ഇറാന്റെ സെൻട്രൽ ബാങ്ക് വിദേശത്ത് സൂക്ഷിച്ചിട്ടുള്ള വിദേശ നാണ്യ ശേഖരവും ഇതിൽ ഉൾപ്പെടുന്നു. ഇതിന്റെ ആകെ മൂല്യം എത്രയെന്നതിൽ അന്താരാഷ്ട്ര തലത്തിൽ ഇപ്പോഴും തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ചില കണക്കുകൾ പ്രകാരം ഇത് 27 ബില്യൺ ഡോളർ ആണെങ്കിൽ മറ്റു ചില വിദഗ്ധർ ഇത് 100 ബില്യൺ ഡോളറിലധികം വരുമെന്ന് അവകാശപ്പെടുന്നുണ്ട്. ഈ പ്രതിസന്ധിയുടെ വേരുകൾ തിരഞ്ഞുപോയാൽ നമ്മൾ ചെന്നെത്തുക 1979 ചരിത്ര പ്രസിദ്ധമായ ഇസ്ലാമിക വിപ്ലവത്തിലും അതിനെ തുടർന്ന് ടെഹ്റാനിലെ US എംബസിയിൽ നടന്ന നയതന്ത്രജ്ഞരെ തടവിലാക്കിയ സംഭവത്തിലുമാണ്. അന്ന് പ്രസിഡന്റ് ജിമ്മി കാർട്ടറുടെ ഭരണകൂടം ഇറാന്റെ സ്വത്തുക്കൾ ആദ്യമായി മരവിപ്പിച്ചു. പിന്നീട് ആണവ പദ്ധതിയുമായി ബന്ധപ്പെട്ട് അന്താരാഷ്ട്ര സമൂഹം വലിയ ഉപരോധങ്ങൾ ഏർപ്പെടുത്തി. 2015 ചരിത്രപരമായ ആണവ കരാറിലൂടെ നേരിയ ഇളവുകൾ ലഭിച്ചെങ്കിലും 2018 അമേരിക്കൻ ഭരണകൂടം ഈ കരാറിൽ നിന്ന് ഏകപക്ഷീയമായി പിന്മാറിയതോടെ ഉപരോധങ്ങൾ മുൻപത്തേക്കാൾ ശക്തമായി തിരിച്ചു വരികയും ഇറാന്റെ സാമ്പത്തികം ശ്വാസം മുട്ടിക്കുകയും ചെയ്തു. അമേരിക്കയുമായാണ് തർക്കമെങ്കിലും ഇറാന്റെ മരവിപ്പിക്കപ്പെട്ട ഫണ്ടുകൾ ഭൂരിഭാഗവും ഇരിക്കുന്നത് അമേരിക്കയ്ക്ക് വെളിയിലുള്ള രാജ്യങ്ങളിലാണ്. ഇതിലേറ്റവും വലിയ വിഹിതമുള്ളത് ഇറാന്റെ ഏറ്റവും വലിയ എണ്ണ ഉപഭോക്താവായ ചൈനയുടെ പക്കലാണ്. ഏകദേശം 20 ബില്യൺ ഡോളർ മുതൽ 50 ബില്യൺ ഡോളർ വരെ ചൈനീസ് ധനകാര്യ സ്ഥാപനങ്ങളിൽ ഇറാന്റേതായി ഉണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത്. ചൈനയെപ്പോലെ തന്നെ ഇറാന്റെ അയൽ രാജ്യമായ ഇറാഖും വലിയൊരു തുക നൽകാനുണ്ട്. ഇറാഖിലെ വൈദ്യുതി ഉൽപ്പാദനത്തിനായി ഇറാനിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന പ്രകൃതിവാതകത്തിന്റെ കുടിശ്ശിക ഇനത്തിൽ മാത്രം 10 ബില്യൺ ഡോളറിനും 15 ബില്യൺ ഡോളറിനും ഇടയിൽ ഇറാഖ് ബാങ്കുകളിൽ കെട്ടിക്കിടക്കുന്നുണ്ട്. ദക്ഷിണ കൊറിയയിൽ മുൻപുണ്ടായിരുന്ന 6 ബില്യൺ ഡോളർ വലിയ നയതന്ത്ര ചർച്ചകൾക്കൊടുവിൽ ഖത്തറിലെ നിയന്ത്രിത അക്കൗണ്ടുകളിലേക്ക് മാറ്റിയിരുന്നു. ലക്സംബർഗ് പോലെയുള്ള യൂറോപ്യൻ രാജ്യങ്ങളിലും അമേരിക്കൻ കോടതികളിലെ വിവിധ ഭീകരവാദ നഷ്ടപരിഹാര കേസുകളുമായി ബന്ധപ്പെട്ട് ഇറാന്റെ പണം നിയമക്കുരുക്കിൽപ്പെട്ട് കിടക്കുന്നുണ്ട്. എന്നാൽ സാക്ഷാൽ അമേരിക്കൻ ഭരണകൂടത്തിന്റെ നേരിട്ടുള്ള സാമ്പത്തിക അധികാര പരിധിയിൽ വരുന്നത് കേവലം 2 ബില്യൺ ഡോളറോളം മാത്രമാണ്. ഈ തുക മുഴുവൻ US കോടതികളിലെ നിയമ പോരാട്ടങ്ങളിലും നഷ്ടപരിഹാര ക്ലെയിമുകളിലും കുടുങ്ങിക്കിടക്കുകയാണ്. ആഗോളതലത്തിൽ ഇറാന്റെ പണം കൈവശം വെച്ചിരിക്കുന്ന രാജ്യങ്ങളിൽ ഇന്ത്യയുടെ പങ്ക് വളരെ സവിശേഷവും തന്ത്രപരവുമാണ്. നിലവിലെ നയതന്ത്ര കണക്കുകൾ പ്രകാരം ഏകദേശം 7 ബില്യൺ ഡോളറോളമാണ് ഇന്ത്യൻ ബാങ്കുകളിൽ ഇറാന്റേതായി ഉള്ളത്. ഇന്ത്യയും ഇറാനും തമ്മിൽ ദശാബ്ദങ്ങളായുള്ള ശക്തമായ ഊർജ്ജ വ്യാപാര ബന്ധത്തിന്റെ ബാക്കി പത്രമാണ് ഈ തുക. ഇന്ത്യയുടെ എണ്ണ ആവശ്യകതയുടെ വലിയൊരു പങ്ക് നൽകിയിരുന്നത് ഇറാനായിരുന്നു. എന്നാൽ വാഷിംഗ്ടൺ കടുത്ത ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയതോടെ അന്താരാഷ്ട്ര തലത്തിൽ ഡോളർ ഉപയോഗിച്ച് ഇറാനുമായി വ്യാപാരം നടത്തുന്നത് ഇന്ത്യക്ക് അസാധ്യമായി മാറി. ഇതിനെ മറികടക്കാൻ ഇരു രാജ്യങ്ങളും ചേർന്ന് രൂപ റിയാൽ പണമിടപാട് സംവിധാനം വികസിപ്പിച്ചെടുത്തു. ഇതനുസരിച്ച് ഇന്ത്യ വാങ്ങുന്ന എണ്ണയുടെ പണം ഇന്ത്യൻ ബാങ്കുകളിലെ പ്രത്യേക അക്കൗണ്ടുകളിൽ ഇന്ത്യൻ രൂപയായി നിക്ഷേപിച്ചു. ഈ തുക ഉപയോഗിച്ച് ഇന്ത്യയിൽ നിന്ന് ഇറാനിലേക്ക് ബാധകമല്ലാത്ത ഭക്ഷ്യധാന്യങ്ങളും മരുന്നുകളും ഇറക്കുമതി ചെയ്യാൻ ഇറാന് അനുവാദമുണ്ടായിരുന്നു.
എങ്കിലും കടുത്ത അമേരിക്കൻ ഉപരോധങ്ങളെ തുടർന്ന് ഇന്ത്യക്ക് ഇറാനിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി പൂർണ്ണമായും നിർത്തലാക്കേണ്ടി വന്നു. ബാങ്കുകൾ അമേരിക്കയുടെ സെക്കൻഡറി ഉപരോധങ്ങളെ ഭയപ്പെടുന്നതിനാൽ ഈ അക്കൗണ്ടുകളിൽ അവശേഷിക്കുന്ന പണം കൈമാറുന്നതിനോ സ്വതന്ത്രമായി ഉപയോഗിക്കുന്നതിനോ ഇറാന് സാധിക്കുന്നില്ല. ഇത് ഇന്ത്യയും ഇറാനും തമ്മിലുള്ള ഉഭയകക്ഷി നയതന്ത്ര ബന്ധങ്ങളിൽ വലിയൊരു പ്രതിസന്ധിയായി തുടരുകയാണ്. പണം അമേരിക്കയ്ക്ക് വെളിയിലുള്ള രാജ്യങ്ങളിലെ ബാങ്കുകളിലാണ് ഇരിക്കുന്നതെങ്കിലും അതിന്മേൽ പൂർണ്ണമായ നിയന്ത്രണം ചെലുത്താൻ വാഷിംഗ്ടണിന് സാധിക്കുന്നത് സെക്കൻഡറി ഉപരോധങ്ങൾ എന്ന ശക്തമായ സാമ്പത്തിക ആയുധം വഴിയാണ്. ഈ നിയമം ഇറാനെ മാത്രമല്ല ബാധിക്കുന്നത്, മറിച്ച് ഇറാനുമായി ഏതെങ്കിലും തരത്തിൽ പണമിടപാട് നടത്തുന്ന മറ്റ് വിദേശ ബാങ്കുകളെയും കമ്പനികളെയും വിദേശ സർക്കാരുകളെയും കൂടിയാണ് ഇത് ലക്ഷ്യമിടുന്നത്. അമേരിക്കൻ ഉപരോധം ലംഘിച്ച് ഇറാന്റെ പണം കൈമാറാൻ സഹായിക്കുന്ന ബാങ്കുകൾക്ക് അമേരിക്കൻ സാമ്പത്തിക വ്യവസ്ഥയിലേക്കുള്ള പ്രവേശനം പൂർണ്ണമായും നഷ്ടപ്പെടും. ലോകത്തിലെ ഭൂരിഭാഗം അന്താരാഷ്ട്ര വ്യാപാരങ്ങളും $ഡോളറിലും അമേരിക്കൻ ബാങ്കിംഗ് ക്ലിയറിംഗ് സംവിധാനത്തിലൂടെയുമാണ് നടക്കുന്നത് എന്നതിനാൽ ഒരു ബാങ്കിനും അമേരിക്കയുടെ പിണക്കം താങ്ങാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഇന്ത്യയോ ചൈനയോ ഇറാഖോ തങ്ങളുടെ കൈവശമുള്ള ഇറാന്റെ പണം വാഷിംഗ്ടണിന്റെ പച്ചക്കൊടിയില്ലാതെ റിലീസ് ചെയ്യാൻ തയ്യാറാകാത്തത്. നിലവിൽ ട്രംപ് ഭരണകൂടത്തിലെ ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റ് പ്രസ്താവിച്ചത് ഈ പണം വിട്ടു നൽകിയാൽ തന്നെ അത് അമേരിക്കൻ കാർഷിക ഉൽപ്പന്നങ്ങളായ ഗോതമ്പ്, സോയാബീൻ എന്നിവ വാങ്ങാൻ മാത്രമേ ഉപയോഗിക്കാവൂ എന്നും അത് പൂർണ്ണമായും US ട്രഷറിയുടെ നിരീക്ഷണത്തിലായിരിക്കുമെന്നുമാണ്. മാത്രമല്ല, ഗൾഫ് രാജ്യങ്ങളിൽ ഇറാൻ ഉണ്ടാക്കിയ നാശനഷ്ടങ്ങൾക്ക് ഈ തുകയിൽ നിന്ന് പിഴ ഈടാക്കുമെന്നും അമേരിക്ക അവകാശപ്പെടുന്നുണ്ട്. എന്നാൽ തങ്ങളുടെ പണം എങ്ങനെ ഉപയോഗിക്കണമെന്ന് തീരുമാനിക്കാനുള്ള പരമാധികാരം തങ്ങൾക്കാണെന്ന് പറഞ്ഞ് ഇറാൻ ഈ നിലപാടിനെ ശക്തമായി എതിർക്കുന്നുണ്ട്. തുടർച്ചയായ യുദ്ധസമാനമായ അന്തരീക്ഷത്തിലും മിസൈൽ ആക്രമണങ്ങൾക്കും ശേഷം അമേരിക്കയും ഇറാനും തമ്മിൽ ഒരു താൽക്കാലിക ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചിരുന്നു. ഇതിന്റെ ഭാഗമായി ഖത്തറിലുള്ള ഇറാന്റെ $6 ബില്യൺ ചില അത്യാവശ്യ സാധനങ്ങൾ വാങ്ങാനായി ഭാഗികമായി റിലീസ് ചെയ്യാൻ ചർച്ചകൾ നടക്കുന്നുണ്ടെന്ന് ഇറാന്റെ ഡെപ്യൂട്ടി വിദേശകാര്യമന്ത്രി കാസിം ഗരീബാബാദി വ്യക്തമാക്കുകയുണ്ടായി. ലോകബാങ്കിന്റെ കണക്കനുസരിച്ച് ഏകദേശം $475 ബില്യൺ മൂല്യമുള്ളതാണ് ഇറാന്റെ സമ്പദ് വ്യവസ്ഥ. എന്നാൽ സമീപകാലത്തുണ്ടായ സൈനിക സംഘർഷങ്ങൾ കാരണം ഇറാന് വലിയ തോതിലുള്ള സാമ്പത്തിക നഷ്ടം സംഭവിച്ചിട്ടുണ്ടെന്നാണ് ടെഹ്റാനിലെ ഉദ്യോഗസ്ഥർ പറയുന്നത്. മരവിപ്പിക്കപ്പെട്ട ഈ പണത്തിന്റെ ഒരു ചെറിയ ഭാഗമെങ്കിലും തിരികെ ലഭിക്കുന്നത് ഇറാന്റെ തകർച്ച നേരിടുന്ന കറൻസിയായ റിയാലിനെ താൽക്കാലികമായി പിടിച്ചു നിർത്താനും പണപ്പെരുപ്പം കുറയ്ക്കാനും സഹായിക്കും. എങ്കിലും സാമ്പത്തിക വിദഗ്ധർ നൽകുന്ന മുന്നറിയിപ്പ് പ്രകാരം കേവലം വിദേശത്തുള്ള പണം തിരികെ കിട്ടിയതുകൊണ്ട് മാത്രം ഇറാന്റെ ദീർഘകാല സാമ്പത്തിക പ്രശ്നങ്ങൾ അവസാനിക്കില്ല. രാജ്യത്തെ ഉയർന്ന ജീവിത ചെലവ് നിയന്ത്രിക്കാനും വ്യവസായങ്ങളെ നവീകരിക്കാനും വിദേശ നിക്ഷേപകരെ ആകർഷിക്കാനും മേഖലയിൽ ശാശ്വതമായ സമാധാനം അത്യാവശ്യമാണ്. രാഷ്ട്രീയമായ അനിശ്ചിതത്വങ്ങൾ നിലനിൽക്കുന്നിടത്തോളം കാലം അന്താരാഷ്ട്ര ബാങ്കുകൾ ഇറാനുമായി വീണ്ടും ഇടപഴകാൻ മടിക്കുമെന്നതാണ് യാഥാർത്ഥ്യം. ആത്യന്തികമായി ഇറാന്റെ മരവിപ്പിക്കപ്പെട്ട ആസ്തികളുടെ മോചനവുമായി ബന്ധപ്പെട്ട തർക്കം സാമ്പത്തിക ശാസ്ത്രവും ആഗോള രാഷ്ട്രീയവും എങ്ങനെ കെട്ടിപ്പിണഞ്ഞു കിടക്കുന്നു എന്നതിന്റെ വ്യക്തമായ ഉദാഹരണമാണ്. ലോകത്തിലെ വൻ ശക്തിയായ അമേരിക്കയുടെ സാമ്പത്തിക ഉപരോധങ്ങളുടെ കരുത്ത് എത്രത്തോളമുണ്ടെന്ന് ഇത് തെളിയിക്കുന്നു. ഒരു രാജ്യം സ്വന്തം വിഭവങ്ങൾ വിറ്റുണ്ടാക്കിയ പണം ഉപയോഗിക്കാൻ പോലും ലോക ബാങ്കിംഗ് ശൃംഖലകളുടെ മേൽക്കോയ്മയുള്ള രാജ്യങ്ങളുടെ അനുമതി വേണമെന്നത് പുതിയ കാലത്തെ സാമ്പത്തിക അധികാര സമവാക്യങ്ങളുടെ പ്രതിഫലനമാണ്. ഇന്ത്യയെ പോലെയുള്ള വികസ്വര രാജ്യങ്ങൾക്ക് തങ്ങളുടെ ഊർജ്ജ സുരക്ഷ ഉറപ്പാക്കുന്നതിനോടൊപ്പം ആഗോള സഖ്യങ്ങൾ സന്തുലിതമായി നിലനിർത്തുക എന്നത് വലിയൊരു വെല്ലുവിളിയാണ്. ഈ സങ്കീർണമായ നയതന്ത്ര ചർച്ചകളുടെ ഫലം മിഡിൽ ഈസ്റ്റിലെ സമാധാന അന്തരീക്ഷത്തെയും ആഗോള ഇന്ധന വിപണിയെയും വരും ദശാബ്ദങ്ങളിൽ എങ്ങനെ സ്വാധീനിക്കുമെന്നത് കാത്തിരുന്നു തന്നെ കാണേണ്ടതാണ്. ജൂലൈ 27 നടക്കാനിരിക്കുന്ന പൊതു തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ പാക് അധിനിവേശ കാശ്മീർ വീണ്ടും ഒരു കടുത്ത രാഷ്ട്രീയ സ്ഫോടനത്തിന്റെ നിഴലിലാണ്. പ്രവിശ്യയിലെ തന്ത്രപ്രധാന നഗരമായ റവാലാകോട്ടിൽ വരും ദിവസങ്ങളിൽ ജനകീയ പ്രക്ഷോഭകരും പാകിസ്ഥാൻ സുരക്ഷാ സേനയും തമ്മിൽ നേരിട്ടുള്ള ഒരു വലിയ ഏറ്റുമുട്ടൽ ഉണ്ടാകുമെന്ന ഭീതി ശക്തമായിരിക്കുകയാണ്. സമാധാനാന്തരീക്ഷം പുനഃസ്ഥാപിക്കുക എന്ന വ്യാജേന പാകിസ്ഥാൻ ഭരണകൂടവും സൈന്യവും ഈ പ്രദേശങ്ങളിൽ വൻതോതിൽ അമിത സുരക്ഷാ ഉദ്യോഗസ്ഥരെയും പാക് റേഞ്ചർമാരെയും ഇതിനകം തന്നെ വിന്യസിച്ചു കഴിഞ്ഞു. ചർച്ചകൾക്കും വിട്ടുവീഴ്ചകൾക്കും ഇനി താൽപ്പര്യമില്ലെന്നും പ്രതിഷേധങ്ങൾ ഉടനടി അവസാനിപ്പിച്ചില്ലെങ്കിൽ കടുത്ത ബലപ്രയോഗത്തിലൂടെ പ്രക്ഷോഭകരെ ഒഴിപ്പിക്കുമെന്നുമാണ് സൈനിക വൃത്തങ്ങൾ നൽകുന്ന കടുത്ത അന്ത്യശാസനം. മാസങ്ങളായി തുടരുന്ന ജനകീയ പ്രക്ഷോഭങ്ങളെ അടിച്ചമർത്താൻ പാകിസ്ഥാൻ സൈന്യം നടത്തുന്ന ഈ നീക്കം പ്രദേശത്തെ കൂടുതൽ കലുഷിതമാക്കുകയാണ്. ജോയിന്റ് അവാമി ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ പ്രക്ഷോഭം കേവലം ഒരു പ്രാദേശിക പ്രതിഷേധമല്ല, മറിച്ച് ദശാബ്ദങ്ങളായി തുടരുന്ന ഭരണഘടനാപരമായ അവഗണനയ്ക്കും സാമ്പത്തിക ചൂഷണങ്ങൾക്കുമെതിരെയുള്ള ജനങ്ങളുടെ ജീവൻ മരണ പോരാട്ടമാണ്. പാക് അധിനിവേശ കാശ്മീരിലെ ജനങ്ങളുടെ അടിസ്ഥാന സാമ്പത്തിക രാഷ്ട്രീയ അവകാശങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന സുപ്രധാനമായ ഒരു ജനകീയ കൂട്ടായ്മയാണ് ജോയിന്റ് അവാമി ആക്ഷൻ കമ്മിറ്റി. ഗോതമ്പ്,
അരി തുടങ്ങിയ നിത്യോപയോഗ സാധനങ്ങളുടെ അമിതമായ വിലക്കയറ്റം, താങ്ങാനാവാത്ത വൈദ്യുതി ചാർജ്, കടുത്ത തൊഴിലില്ലായ്മ എന്നിവയ്ക്കെതിരെയാണ് ഈ പ്രസ്ഥാനം ആദ്യം ജനങ്ങളെ അണിനിരത്തി രംഗത്ത് വന്നത്. എന്നാൽ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പോടെ ഈ സമരം പൂർണ്ണമായും ഒരു വലിയ രാഷ്ട്രീയ പോരാട്ടമായി രൂപം പ്രാപിച്ചു കഴിഞ്ഞു. പാക് അധിനിവേശ കാശ്മീരിലെ നിയമസഭയിൽ വിഭജന കാലത്ത് പാകിസ്ഥാനിലേക്ക് കുടിയേറിയ അഭയാർത്ഥികൾക്കായി 12 സീറ്റുകൾ പ്രത്യേകമായി സംവരണം ചെയ്തിട്ടുണ്ട്. കാശ്മീരിന് പുറത്ത് പാകിസ്ഥാന്റെ വിവിധ പ്രധാന നഗരങ്ങളിൽ താമസിക്കുന്നവരാണ് ഈ സീറ്റുകളിൽ മത്സരിക്കുന്നതും വോട്ട് രേഖപ്പെടുത്തുന്നതും. ഇത് കാശ്മീരിലെ യഥാർത്ഥ പ്രാദേശിക ജനവികാരത്തെ പൂർണ്ണമായും അട്ടിമറിക്കാനും ഇസ്ലാമാബാദിന് താൽപ്പര്യമുള്ള ഒരു ഭരണകൂടത്തെ അവിടെ എളുപ്പത്തിൽ പ്രതിഷ്ഠിക്കാനും വേണ്ടിയുള്ള പാക് അധികാരികളുടെ കൗശലപൂർവമായ തന്ത്രമാണെന്ന് പ്രക്ഷോഭകർ കാലങ്ങളായി ആരോപിക്കുന്നുണ്ട്. ഈ 12 സംവരണ സീറ്റുകൾ പൂർണ്ണമായും നിർത്തലാക്കണമെന്നാണ് അവാമി ആക്ഷൻ കമ്മിറ്റിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ ആവശ്യം. നിലവിലെ രാഷ്ട്രീയ സംവിധാനം ജനങ്ങളുടെ യഥാർത്ഥ പ്രത്യാശകളെ പ്രതിഫലിക്കുന്നില്ലെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അവർ ഈ ജൂലൈ 27 തെരഞ്ഞെടുപ്പ് പൂർണ്ണമായി ബഹിഷ്കരിക്കാൻ ജനങ്ങളോട് ശക്തമായി ആഹ്വാനം ചെയ്തിരിക്കുകയാണ്. ജനങ്ങളുടെ സമാധാനപരമായ പ്രതിഷേധങ്ങളെയും ജനാധിപത്യപരമായ ആവശ്യങ്ങളെയും നേരിടാൻ പാകിസ്ഥാൻ ഭരണകൂടം സ്വീകരിച്ചത് അതിക്രൂരമായ അടിച്ചമർത്തൽ നയങ്ങളാണ്. റവാലാക്കോട്ടിൽ പ്രക്ഷോഭകർക്ക് നേരെ പാക് സൈന്യവും റേഞ്ചർമാരും നടത്തിയ നേരിട്ടുള്ള വെടിവെപ്പിൽ നിരവധി സാധാരണക്കാരായ ജനങ്ങൾ കൊല്ലപ്പെടുകയും 70-ലധികം പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു. കൊല്ലപ്പെട്ടവരുടെ ശവസംസ്കാര ചടങ്ങുകൾക്കിടയിൽ പോലും സൈന്യം ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് അക്രമം അഴിച്ചുവിട്ടതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ഇതിനു പുറമെ ജനകീയ കൂട്ടായ്മയായ അവാമി ആക്ഷൻ കമ്മിറ്റിയെ പാകിസ്ഥാൻ ഭരണകൂടം തങ്ങളുടെ കരിനിയമമായ ഭീകരവിരുദ്ധ നിയമപ്രകാരം ഒരു നിരോധിത സംഘടനയായി പ്രഖ്യാപിക്കുക കൂടി ചെയ്തു. ജനങ്ങളുടെ ന്യായമായ ശബ്ദത്തെ പുറം ലോകത്തിന് മുന്നിൽ എത്തിക്കാതിരിക്കാൻ പ്രവിശ്യയിലെ ഇന്റർനെറ്റ്, മൊബൈൽ സേവനങ്ങൾ ദിവസങ്ങളോളം ഭരണകൂടം പൂർണ്ണമായി വിച്ഛേദിച്ചു. ആംനസ്റ്റി ഇന്റർനാഷണൽ പോലെയുള്ള അന്താരാഷ്ട്ര മനുഷ്യാവകാശ സംഘടനകൾ പാകിസ്ഥാന്റെ ഈ മനുഷ്യത്വരഹിതമായ നയങ്ങളെ ശക്തമായി അപലപിച്ചിട്ടുണ്ട്. സാധാരണക്കാരുടെ സമാധാനപരമായ പ്രതിഷേധങ്ങളെ ഭീകരവാദമായി ചിത്രീകരിക്കുന്ന പാക് അധികാരികളുടെ നയം ആഗോള ജനാധിപത്യ മൂല്യങ്ങളുടെ നഗ്നമായ ലംഘനമാണ്. പ്രതിഷേധങ്ങളുടെ പ്രധാന കേന്ദ്ര ബിന്ദുവായ റവാലാക്കോട്ടിൽ ഇപ്പോൾ നിലനിൽക്കുന്ന സ്ഥിതിഗതികൾ അതീവ ഗുരുതരവും ആശങ്കാജനവുമാണ്. ജനങ്ങൾ ദീർഘനാളായി നടത്തുന്ന സത്യാഗ്രഹ സമരങ്ങളെയും ധർണകളെയും അടിച്ചുടയ്ക്കുന്ന പാക് സൈന്യം അതിരൂക്ഷമായ കടുത്ത നടപടികളിലേക്ക് കടക്കുകയാണ്. സമര നേതാക്കളെയും സന്നദ്ധ പ്രവർത്തകരെയും കൂട്ടത്തോടെ തടവിലാക്കുകയും പ്രവിശ്യയിലേക്കുള്ള അവശ്യ ഭക്ഷണ സാധനങ്ങളുടെയും ജീവൻ രക്ഷാ മരുന്നുകളുടെയും വരവ് തടഞ്ഞുകൊണ്ട് ഒരു സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. ഇതിനിടയിലാണ് സൈനിക ഹൈക്കമാൻഡ് സമരക്കാർക്ക് കടുത്ത അന്ത്യശാസനം നൽകിയിരിക്കുന്നത്. അടുത്ത 24 മുതൽ 48 മണിക്കൂറിനുള്ളിൽ സമരം സ്വമേധയാ അവസാനിപ്പിക്കാൻ ഒരവസാന അവസരം നൽകാമെന്നും അത് നിരസിച്ചാൽ വലിയ തോതിലുള്ള സൈനിക ഓപ്പറേഷനിലൂടെ പ്രതിഷേധക്കാരെ ബലമായി ഒഴിപ്പിക്കുമെന്നുമാണ് സൈന്യത്തിന്റെ നിലപാട്. സാഹചര്യം വഷളായാൽ പ്രക്ഷോഭകർക്ക് നേരെ വെടിയുതിർക്കാൻ പോലും സൈന്യത്തിന് പ്രത്യേക നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നാണ് ഉന്നത സുരക്ഷാ വൃത്തങ്ങളിൽ നിന്നുള്ള വിവരം. എന്നാൽ ഈ ഭീഷണികൾക്ക് മുന്നിൽ വഴങ്ങാൻ അവാമി ആക്ഷൻ കമ്മിറ്റി ഒട്ടും തയ്യാറായിട്ടില്ല. അവർ ജൂലൈ 9 പ്രവിശ്യയിലുടനീളം വൻ ജനകീയ പ്രതിഷേധങ്ങൾക്ക് ആഹ്വാനം നൽകിയിട്ടുണ്ട്. പാക് ഭരണകൂടത്തിന്റെ അതിക്രമങ്ങൾക്കെതിരെ ലോകമെമ്പാടുമുള്ള മനുഷ്യാവകാശ പ്രവർത്തകരുടെ ശ്രദ്ധയാകർഷിക്കാൻ പ്രക്ഷോഭകർക്ക് കഴിഞ്ഞിട്ടുമുണ്ട്. അവാമി ആക്ഷൻ കമ്മിറ്റിയുടെ പ്രമുഖ നേതാവായ സർദാർ അമൻ ഖാൻ റവാലാക്കോട്ടിലെ വൻ ജനക്കൂട്ടത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് അതിർത്തിക്കപ്പുറത്തുള്ള ജമ്മു, കാശ്മീർ, ലഡാക്ക്, പൂഞ്ച്, രജൌരി എന്നിവിടങ്ങളിലെ ജനങ്ങളോട് തങ്ങളുടെ പോരാട്ടത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ അഭ്യർത്ഥിച്ചു. അടിസ്ഥാന അവകാശങ്ങളായ ആഹാരത്തിനും തൊഴിലിനും ആശുപത്രികൾക്കും വേണ്ടി സംസാരിക്കുന്ന സാധാരണക്കാരായ ജനങ്ങളെ പാക് സൈന്യം ഭീകരവാദികളായി മുദ്ര കുത്തുകയാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. തങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്ന ക്രൂരതകൾക്ക് അതേ നാണയത്തിൽ തന്നെ തിരിച്ചടി നൽകാൻ കാശ്മീരിലെ ജനങ്ങൾ മടിക്കില്ലെന്ന ശക്തമായ മുന്നറിയിപ്പും അദ്ദേഹം ഭരണകൂടത്തിന് നൽകിയിട്ടുണ്ട്. വിദേശ രാജ്യങ്ങളിൽ താമസിക്കുന്ന കാശ്മീരി ഡയസ്പോറയും ഈ ജനകീയ സമരത്തിന് പിന്തുണയുമായി രംഗത്തെത്തിയിട്ടുണ്ട്. ലണ്ടനിലും ന്യൂസിലാൻഡിലും പാക് വിരുദ്ധ പ്രകടനങ്ങൾ നടന്നു കഴിഞ്ഞു. ഇത് പാകിസ്ഥാൻ ആഗോളതലത്തിൽ ഉയർത്തുന്ന കാശ്മീർ വാദങ്ങളുടെ ഇരട്ടത്താപ്പാണ് തുറന്നു കാണിക്കുന്നത്. വരാനിരിക്കുന്ന ദിവസങ്ങൾ പാക് അധിനിവേശ കാശ്മീരിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും നിർണായകമായ നാളുകളായിരിക്കും എന്നതിൽ തർക്കമില്ല. ഒരു വശത്ത് അത്യാധുനിക ആയുധങ്ങളുമായി ജനങ്ങളെ അടിച്ചമർത്താൻ നിൽക്കുന്ന പാക് സൈന്യവും മറുവശത്ത് ജീവിക്കാനുള്ള അവകാശത്തിനായി നെഞ്ചുവിരിച്ചു നിൽക്കുന്ന കാശ്മീരിലെ സാധാരണ ജനങ്ങളുമാണ്. ജൂലൈ 27 തെരഞ്ഞെടുപ്പ് സമാധാനപരമായി നടത്തുക എന്നത് പാകിസ്ഥാന്റെ രാഷ്ട്രീയ ആവശ്യമാണെങ്കിൽ തങ്ങളെ അടിമകളാക്കുന്ന ഈ വ്യവസ്ഥിതിയെ ബഹിഷ്കരിക്കുക എന്നത് അവിടുത്തെ ജനങ്ങളുടെ നിലനിൽപ്പിന്റെ ആവശ്യമാണ്. തോക്കിൻ മുനയിൽ ജനകീയ വികാരത്തെ അധികകാലം അടിച്ചമർത്താൻ കഴിയില്ലെന്ന ചരിത്ര സത്യം പാകിസ്ഥാൻ ഭരണകൂടം തിരിച്ചറിയേണ്ടതുണ്ട്. റവാലാക്കോട്ടിലെ ഈ പോരാട്ട ഭൂമിയിൽ നിന്നും ഉയരുന്ന ജനങ്ങളുടെ ശബ്ദം ഇസ്ലാമാബാദിലെ അധികാര ഇടനാഴികളെ ഉലയ്ക്കുക തന്നെ ചെയ്യും. മനുഷ്യാവകാശങ്ങളെയും ജനകീയ താൽപര്യങ്ങളെയും മാനിക്കാതെ ബലപ്രയോഗത്തിലൂടെ മുന്നോട്ട് പോയാൽ അത് പാകിസ്ഥാന് താങ്ങാൻ കഴിയാത്ത വലിയൊരു ആഭ്യന്തര പ്രതിസന്ധിയിലേക്കായിരിക്കും വഴി തുറക്കുക.
ഗാസയുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഏറ്റവും നിർണായകമായേക്കാവുന്ന ഒരു വഴിത്തിരിവിനാണ് കഴിഞ്ഞ ദിവസം ലോകം സാക്ഷ്യം വഹിച്ചത്. ഏകദേശം 20 വർഷത്തോളമായി ഗാസയുടെ സമ്പൂർണ്ണ സിവിലിയൻ ഭരണ ചുമതല വഹിച്ചിരുന്ന പലസ്തീനിയൻ സായുധ സംഘമായ ഹമാസ് തങ്ങളുടെ അധികാര കേന്ദ്രമായ ഗവൺമെന്റൽ എമർജൻസി കമ്മിറ്റി ഔദ്യോഗികമായി പിരിച്ചുവിട്ടതായി പ്രഖ്യാപിച്ചിരിക്കുന്നു. 2006 തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം 2007 എതിർകക്ഷിയായ ഫതഹ് പാർട്ടിയെ സായുധ പോരാട്ടത്തിലൂടെ പരാജയപ്പെടുത്തി ഗാസയുടെ ഭരണ നിയന്ത്രണം ഏറ്റെടുത്ത ഹമാസിന്റെ ഈ പടിയിറക്കം കേവലം ഒരു ഭരണമാറ്റത്തിനപ്പുറം വിശാലമായ ഭൗമ രാഷ്ട്രീയ മാനങ്ങളുള്ള ഒന്നാണ്. 2023 ഒക്ടോബറിൽ ആരംഭിച്ച 2 വർഷത്തോളം നീണ്ടുനിന്ന അതിരൂക്ഷമായ യുദ്ധത്തിന് ശേഷം 2025 ഒക്ടോബറിൽ അമേരിക്കയുടെ നേതൃത്വത്തിൽ രൂപം കൊണ്ട വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായാണ് നിലവിലെ ഈ അപ്രതീക്ഷിത നടപടി. ഭരണ ചുമതലയിൽ നിന്നുള്ള ഹമാസിന്റെ പിന്മാറ്റം യുദ്ധത്തിൽ തകർന്നടിഞ്ഞ ഗാസയുടെ ഭാവിയെ എങ്ങനെ സ്വാധീനിക്കുമെന്നും യുദ്ധാനന്തര പുനർനിർമ്മാണത്തിനും പൂർണ്ണമായ സമാധാനത്തിനും ഇനിയും എന്തൊക്കെ കടമ്പകളാണ് ബാക്കിയുള്ളതെന്നും ലോകം ഉറ്റുനോക്കുകയാണ്. കേവലം ഭരണകൂടം മാറുന്നതുകൊണ്ട് മാത്രം ജനങ്ങളുടെ ദുരിതം അവസാനിക്കില്ല എന്ന യാഥാർത്ഥ്യവും ഈ മാറ്റങ്ങൾക്കൊപ്പം നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഹമാസിന്റെ ഗവൺമെന്റൽ എമർജൻസി കമ്മിറ്റി രാജിവെച്ച ഒഴിവിലേക്ക് ഇനി കടന്നു വരുന്നത് നാഷണൽ കമ്മിറ്റി ഫോർ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ഗാസ എന്ന സ്വതന്ത്ര സാങ്കേതിക വിദഗ്ധരുടെ ഒരു സമിതിയാണ്. മുഹമ്മദ് അൽ ഫറയുടെ നേതൃത്വത്തിലുള്ള മുൻ ഭരണസമിതി ഔദ്യോഗികമായി രാജിവെച്ച വിവരം ഹമാസിന്റെ ഗവൺമെന്റ് മീഡിയ ഓഫീസ് ഡയറക്ടർ ജനറൽ ഇസ്മായിൽ അൽ തവപ്തയാണ് പത്രസമ്മേളനത്തിലൂടെ ലോകത്തെ അറിയിച്ചത്. ഐക്യരാഷ്ട്രസഭയുടെ രക്ഷാസമിതി പാസാക്കിയ 2803 നമ്പർ പ്രമേയത്തിന്റെയും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മധ്യസ്ഥതയിലുള്ള 20 ദിന സമാധാന പദ്ധതിയുടെയും അടിസ്ഥാനത്തിലാണ് ഗാസയുടെ സിവിലിയൻ ഭരണം ഈ പുതിയ സമിതിയെ ഏൽപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. പലസ്തീൻ അതോറിറ്റിയിലെ മുൻ ഉദ്യോഗസ്ഥനും ഗാസ സ്വദേശിയുമായ എഞ്ചിനീയർ അലി ഷാത്തിന്റെ നേതൃത്വത്തിലുള്ള ഈ 15-അംഗ സമിതി നിലവിൽ ഈജിപ്തിലെ കെയ്റോയിലാണുള്ളത്. ഗാസയിലേക്ക് പ്രവേശിക്കാനും അവശ്യ സേവനങ്ങൾ പുനഃസ്ഥാപിക്കുന്നതിനുമുള്ള ഭരണ ചുമതലകൾ ഏറ്റെടുക്കാനും തങ്ങൾ പൂർണ്ണമായും സജ്ജമാണെന്ന് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. സർക്കാർ സംവിധാനങ്ങൾ പൂർണ്ണമായും സ്തംഭിക്കാതിരിക്കാൻ ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളിലെ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥർ പുതിയ സമിതിയുടെ കീഴിൽ തുടർന്നും പ്രവർത്തിക്കുമെന്ന് ഹമാസ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ അധികാര കൈമാറ്റം വിജയകരമാകണമെങ്കിൽ ഒരു അതോറിറ്റി, ഒരു നിയമം, ഒരായുധം എന്ന തത്വം ഗാസയിൽ പൂർണ്ണമായും പ്രാവർത്തികമാക്കേണ്ടതുണ്ടെന്ന് അലി ഷാത്ത് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പുതിയ ഭരണസമിതി അധികാരമേൽക്കാൻ തയ്യാറെടുക്കുമ്പോഴും സമാധാന പ്രക്രിയയിലെ ഏറ്റവും വലിയ പ്രതിസന്ധി ഇപ്പോഴും പരിഹരിക്കപ്പെടാതെ കിടക്കുകയാണ്. അത് ഹമാസിന്റെ ആയുധം താഴെവെക്കൽ എന്ന നിബന്ധനയാണ്. ഗാസയുടെ പൂർണ്ണമായ സൈനിക മുക്തീകരണമാണ് സമാധാനത്തിനുള്ള അടിസ്ഥാന വ്യവസ്ഥയായി ഇസ്രയേലും അമേരിക്കയും പ്രധാനമായും ആവശ്യപ്പെടുന്നത്. ഭരണപരമായ കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ ഹമാസ് തയ്യാറാണെങ്കിലും തങ്ങളുടെ പക്കലുള്ള ആയുധങ്ങൾ പൂർണ്ണമായി ഉപേക്ഷിക്കുന്നതിനോ സൈനിക സംവിധാനങ്ങൾ പിരിച്ചുവിടുന്നതിനോ അവർ ഇതുവരെ തയ്യാറായിട്ടില്ല. ഗാസയിലെ യുദ്ധാനന്തര സമാധാന പദ്ധതിയുടെയും പുനർനിർമ്മാണത്തിന്റെയും മേൽനോട്ടം വഹിക്കാൻ അമേരിക്ക നിയോഗിച്ച ബോർഡ് ഓഫ് പീസ് ഈ വിഷയത്തിൽ കർശന നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. ഹമാസിന്റെ വാഗ്ദാനങ്ങളിലെല്ലാം മറിച്ച് അവരുടെ പ്രായോഗികമായ നടപടികളിലാണ് തങ്ങൾ വിശ്വാസം അർപ്പിക്കുന്നതെന്നും ഗാസയിലെ മുഴുവൻ ആയുധങ്ങളും LCAGയുടെ പൂർണ്ണ നിയന്ത്രണത്തിൽ കൊണ്ടുവരണമെന്നും ബോർഡ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഗാസയിലെ രാഷ്ട്രീയ നിരീക്ഷകനായ മുഖൈമർ അബൂ സദയെ പോലെയുള്ള വിദഗ്ധരുടെ അഭിപ്രായത്തിൽ ഭരണത്തിൽ നിന്നുള്ള ഈ പിന്മാറ്റം ഹമാസിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രതീകാത്മക നടപടി മാത്രമാണ്. അവർ തങ്ങളുടെ സൈനിക ശക്തി നിലനിർത്തുന്നിടത്തോളം കാലം സമാധാനം എന്നത് ഒരകന്ന സ്വപ്നമായി അവശേഷിക്കുമെന്നാണ് വിലയിരുത്തൽ. ഹമാസിന്റെ ഈ പ്രഖ്യാപനത്തെ വളരെ സംശയത്തോടെയും വിമർശനത്തോടെയുമാണ് ഇസ്രായേൽ നോക്കിക്കാണുന്നത്. ഇതൊരു രാഷ്ട്രീയ നാടകം മാത്രമാണെന്നും ഹമാസ് തങ്ങളുടെ സൈനിക ശേഷി നിലനിർത്തിക്കൊണ്ട് പുതിയ ഭരണസമിതിയുടെ മറവിൽ തുടർന്നും സ്വാധീനം ചെലുത്താനാണ് ശ്രമിക്കുന്നതെന്നും ഇസ്രായേലി വിദേശകാര്യ മന്ത്രാലയം ആരോപിക്കുന്നുണ്ട്. ഇസ്രായേലിന്റെ ആഭ്യന്തര രാഷ്ട്രീയവും വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പും ഈ വിഷയത്തിൽ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം അടുത്ത തെരഞ്ഞെടുപ്പിലെ വിജയം നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. 2023 ഒക്ടോബർ 7 നടന്ന ആക്രമണത്തിന്റെ 3ാം വാർഷികത്തോടനുബന്ധിച്ചാണ് അവിടെ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത് എന്നതിനാൽ രാജ്യത്തിന്റെ സുരക്ഷ പൂർണ്ണമായും തന്റെ നിയന്ത്രണത്തിലാണെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ അദ്ദേഹം ശ്രമിക്കും. അതിനാൽ തന്നെ ഹമാസ് പൂർണ്ണമായും നിരായുധരാകാതെ ഗാസയുടെ പുനർനിർമ്മാണമോ മറ്റ് സമാധാന ചർച്ചകളോ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇസ്രായേൽ തയ്യാറാകില്ല എന്ന് ഓസ്ട്രേലിയൻ നാഷണൽ യൂണിവേഴ്സിറ്റിയിലെ മിഡിൽ ഈസ്റ്റ് വിദഗ്ധനായ ഇയാൻ പാർമെറ്റർ വ്യക്തമാക്കുന്നുണ്ട്. ആയുധങ്ങൾ കൈമാറുന്ന കാര്യത്തിൽ വ്യക്തമായ തീരുമാനം ഉണ്ടാകാത്തിടത്തോളം അന്താരാഷ്ട്ര തലത്തിലുള്ള സഹായങ്ങൾ ഗാസയിലെത്താൻ ബുദ്ധിമുട്ടായിരിക്കും. ഉന്നത തലങ്ങളിൽ സമാധാന ചർച്ചകളും അധികാര കൈമാറ്റങ്ങളും നടക്കുമ്പോഴും ഗാസയിലെ 20 ലക്ഷത്തോളം വരുന്ന സാധാരണ ജനങ്ങളുടെ ജീവിതം ഇപ്പോഴും അതിരൂക്ഷമായ പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. 2025 ഒക്ടോബറിലെ വെടിനിർത്തൽ കരാറിന് ശേഷവും മേഖലയിൽ ആക്രമണങ്ങൾ പൂർണ്ണമായി അവസാനിച്ചിട്ടില്ല. വെടിനിർത്തലിന്റെ
രണ്ടാം ഘട്ടമായ ഹമാസിന്റെ ആയുധം താഴെവെക്കലും ഇസ്രയേൽ സൈന്യത്തിന്റെ പൂർണ്ണമായ പിന്മാറ്റവും മാസങ്ങളായി സ്തംഭനാവസ്ഥയിലാണ്. ഇതിന്റെ ഫലമായി ഗാസയുടെ 60% പ്രദേശങ്ങളും ഇപ്പോഴും ഇസ്രയേൽ സൈന്യത്തിന്റെ നിയന്ത്രണത്തിൽ തന്നെയാണ്. 1000 ദിവസങ്ങൾ പിന്നിട്ട ഈ സംഘർഷത്തിൽ ഇതുവരെ 73,000-ലധികം പലസ്തീനികൾ കൊല്ലപ്പെട്ടുവെന്നാണ് ഗാസയിലെ ആരോഗ്യ മന്ത്രാലയത്തിന്റെ ഏറ്റവും പുതിയ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. വെടിനിർത്തൽ നിലവിൽ വന്നതിന് ശേഷം മാത്രം 1000-ലധികം പലസ്തീനികൾക്കും 5 ഇസ്രയേൽ സൈനികർക്കും ജീവൻ നഷ്ടമായിട്ടുണ്ട്. ഗാസയിലെ ബഹുഭൂരിപക്ഷം ജനങ്ങളും ഇപ്പോഴും അടിസ്ഥാന സൗകര്യങ്ങൾ പോലുമില്ലാതെ താൽക്കാലിക ടെന്റുകളിലാണ് അഭയം പ്രാപിച്ചിരിക്കുന്നത്. ഭരണസമിതി പിരിച്ചുവിട്ടാലും അതിർത്തികളും സുരക്ഷയും ഹമാസിന്റെ നിയന്ത്രണത്തിൽ തന്നെ തുടരുമെന്നും പുതിയ മുഖങ്ങളെ അവതരിപ്പിച്ച് അധികാരം നിലനിർത്താനുള്ള തന്ത്രം മാത്രമാണിതെന്നും വിശ്വസിക്കുന്നവരാണ് ഗാസയിലെ സാധാരണക്കാരിൽ ഭൂരിപക്ഷവും. പലസ്തീൻ പൗരനായ ഹുസാം മജീദിനെ പോലെയുള്ള പ്രദേശവാസികൾ ഈ പ്രഖ്യാപനങ്ങളെ കേവലം പൊള്ളയായ വാക്കുകളായാണ് കാണുന്നത്. ചുരുക്കത്തിൽ ഹമാസിന്റെ സിവിലിയൻ ഭരണത്തിൽ നിന്നുള്ള ഈ പടിയിറക്കം ഗാസയുടെ ഭാവിയെ സംബന്ധിച്ച് ഒരു പുതിയ അധ്യായത്തിന് തുടക്കം കുറിക്കുന്നുണ്ടെങ്കിലും അതൊരു പൂർണ്ണ സമാധാനത്തിലേക്കുള്ള സുഗമമായ പാതയായി ഇപ്പോൾ കാണാനാകില്ല. കേവലം ഒരു ഭരണമാറ്റം കൊണ്ടോ സാങ്കേതിക സമിതി അധികാരമേൽക്കുന്നത് കൊണ്ടോ മാത്രം പരിഹരിക്കപ്പെടാവുന്നതല്ല ഗാസയിലെ പതിറ്റാണ്ടുകൾ പഴക്കമുള്ള രക്തരൂക്ഷിതമായ സംഘർഷങ്ങൾ. ആയുധങ്ങൾ ഉപേക്ഷിക്കാൻ ഹമാസ് വിമുഖത കാണിക്കുന്നതും തങ്ങളുടെ സുരക്ഷാ കാരണങ്ങൾ മുൻനിർത്തി ഗാസയിൽ സൈനിക സാന്നിധ്യം തുടരാനുമുള്ള ഇസ്രയേലിന്റെ തീരുമാനവും സമാധാന പ്രക്രിയയെ നിരന്തരം പിന്നോട്ട് വലിക്കുകയാണ്. അന്താരാഷ്ട്ര സമൂഹത്തിന്റെയും ബോർഡ് ഓഫ് പീസിന്റെയും നേതൃത്വത്തിൽ പുതിയ സാങ്കേതിക സമിതി ഗാസയുടെ ഭരണം ഏറ്റെടുക്കുമ്പോൾ അവരുടെ മുന്നിലുള്ള വെല്ലുവിളികൾ അതിസങ്കീർണമാണ്. യുദ്ധത്തിൽ പൂർണ്ണമായി തകർന്നടിഞ്ഞ ഗാസയെ പുനർനിർമ്മിക്കുക, പട്ടിണിയും ദുരിതവും അനുഭവിക്കുന്ന ജനങ്ങൾക്ക് അവശ്യ സേവനങ്ങൾ ഉറപ്പാക്കുക, അതിലുപരി സ്വതന്ത്രമായും ഭയരഹിതമായും ജീവിക്കാനുള്ള ഒരു പുതിയ സാഹചര്യം ഒരുക്കുക എന്നിവയൊക്കെ പുതിയ ഭരണകൂടം എങ്ങനെ സാധ്യമാക്കുമെന്ന് കാലം തെളിയിക്കേണ്ട കാര്യമാണ്. വാഗ്ദാനങ്ങൾക്കും കടലാസിലെ കരാറുകൾക്കുമപ്പുറം ജനജീവിതത്തിൽ പ്രതിഫലിക്കുന്ന യഥാർത്ഥ മാറ്റങ്ങൾ ഉണ്ടായാൽ മാത്രമേ ഈ അധികാര കൈമാറ്റം ചരിത്രത്തിൽ അർത്ഥപൂർണമാവുകയുള്ളൂ. അന്താരാഷ്ട്ര തലത്തിലെ വാർത്തകളുമായി ലോകയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.